ഒരിക്കൽ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് കോട്ടക്കലടുത്തൊരു സ്ഥലത്ത് തഴവോസ്താദിന്റെ വയല് കേൾക്കാൻ വേണ്ടി പോയി. ആകെ ഒരു പ്രാവശ്യം തന്നെ കണ്ടിട്ടുള്ളൂ, ഒരു പ്രാവശ്യം തന്നെ നേരിട്ട് കേട്ടിട്ടുള്ളൂ. തഴവോസ്താദിന്റെ വയല് കേൾക്കാൻ വേണ്ടി പോയി. മെല്ലിച്ചിട്ടൊരു മനുഷ്യനാണ്, മുണ്ടൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഉള്ള ഒരു, അന്ന് കുറച്ച് ഇറക്കം കൂടുതലുള്ള ജുബ്ബൊക്കെ ഇടണ ഒരാളാണ് ഞാൻ കണ്ട സമയത്ത്. അങ്ങനെ വയല് എന്താ വെച്ചാല് സ്വലാത്ത് ചെല്ലുന്നതിനെ കുറിച്ചാണ് വയല്. അതിങ്ങനെയാണ് പറഞ്ഞത്. കോഴിക്കോടുള്ള കുഞ്ഞി മുഹമ്മദ് എന്ന് പേരായ ഒരാള് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 രൂപ അയച്ചു. ₹1 അയച്ചു. എല്ലാ ദിവസവും ₹1 അയച്ചു. കോടിക്കണക്കിന് ഉറുപ്പ്യുള്ള പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് ₹1 കൊണ്ട് എന്താ? പക്ഷെ കുഞ്ഞമ്മ എന്ത് ചെയ്തു? ₹1 അയച്ചു. കുറേ ദിവസം ഈ ₹1 എങ്ങനെ കിട്ടിയപ്പോ പ്രധാനമന്ത്രിയുടെ സെക്രട്ടറി മൂപ്പരോട് പറഞ്ഞു, കോഴിക്കോടുള്ള ഒരു കുഞ്ഞു മുഹമ്മദ് എന്ന് പറഞ്ഞ ആള് നമ്മളെ ഫണ്ടിക്ക് ₹1 അയക്കണുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അതിനൊരു പരിഗണന ഒന്നും കിട്ടുമല്ലോ, ₹1 അല്ലേ, അങ്ങനെ എത്ര വിരാന്തന്മാര് എന്ന് വിചാരിക്കും സ്വാഭാവികം. പക്ഷേ അയാൾ നിർത്തിയില്ല. അയാൾ ₹1 വീണ്ടും അയച്ചുകൊണ്ടിരുന്നു. കുറേ കഴിഞ്ഞപ്പോ സെക്രട്ടറി വീണ്ടും പറഞ്ഞു, അന്ന് ഞാൻ പറഞ്ഞില്ലേ കോഴിക്കോടുള്ളൊരു കുഞ്ഞഹമ്മദ് നമ്മുടെ ഫണ്ടിലേക്ക് ₹1 അയക്കണുണ്ട് എന്ന്, അയാൾ ഇപ്പോഴും അയക്കണുണ്ട് എന്ന് പറഞ്ഞപ്പോ അയാൾ ഇപ്പോഴും അയക്കണുണ്ടോന്നോ എന്ന് ചോദിച്ചു. വീണ്ടും ₹1 അയക്കൽ തുടർന്നു. കുറെ കഴിഞ്ഞപ്പോ വീണ്ടും ഇങ്ങോട്ട് ചോദിച്ചു, അന്ന് ഇജ്ജ് പറഞ്ഞില്ലേ ₹1 അയക്കണ ഒരു കുഞ്ഞഹമ്മദ് ഉണ്ട് എന്ന്, അതിപ്പോ കിട്ടലുണ്ടോ ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഇപ്പോഴും കിട്ടുന്നുണ്ട്. അങ്ങനെ പിന്നൊരിക്കൽ വലിയൊരു ഉദ്ഘാടന പരിപാടിക്ക് വേണ്ടി പ്രധാനമന്ത്രി കോഴിക്കോട്ടേക്ക് വരികയാണ്. വരുന്നതിന്റെ മുന്നേ തന്നെ പറഞ്ഞു, അന്നത്തെ കുഞ്ഞഹമ്മദ് ഉണ്ടെങ്കിൽ ഒന്ന് സ്റ്റേജ് മുക്ക് ഹാജരാക്കണം എന്ന് പറഞ്ഞു. അതിലൊരു പ്രത്യേകമായ പാസ്സൊക്കെ കിട്ടി. സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് സ്റ്റേജ് മുക്ക് ഇങ്ങനെ ചെല്ലാണ് കുഞ്ഞഹമ്മദ്. അതിൽ പ്രധാനമന്ത്രി കസാലയെന്ന് ഇങ്ങോട്ട് നീച്ചിങ്ങാണ്ടുണ്ടാവും ഒരു കെട്ടിപ്പിടിക്കല്. ഇങ്ങനെ മഷറയില് നമുക്ക് ചെല്ലേണ്ടി വരുന്നൊരു സമയമുണ്ട്. ആ സമയത്താണ് ചെല്ലണമെങ്കിൽ എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു 3 സലാത്തണ്ട് അയച്ചാളിട്ടോ എന്ന് പറഞ്ഞത് ചെറിയ കുട്ടി ഓതാൻ പോലെ തുടങ്ങിയ സമയമാണ്. ഞാൻ അന്ന് വയലേക്കാൻ പോയിട്ട് കേട്ടതാണ്, ഇപ്പോഴും കൽബിലുണ്ട്. അതുകൊണ്ട് ആത്മഹർഷം തുടികൊട്ടുന്ന ഖിയാമത്തിലെ ഏക പ്രതീക്ഷയുള്ള വെള്ളം മുഹമ്മദ് നബിയുടെ വെള്ളമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം.